വേർപെട്ട ബന്ധങ്ങൾ തുന്നി ചേർക്കപ്പെടും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ബന്ധങ്ങളിൽ വന്നുപോയ വിള്ളലുകൾ, നഷ്ടപ്പെട്ടു പോയ ജീവൻ, അതെ, നിർജീവമായ ബന്ധമുണ്ടോ? ഉണ്ട്. ഭർത്താവുമായി ബന്ധമുണ്ട്, ഭാര്യയുമായി ബന്ധമുണ്ട്, മക്കളുമായി ബന്ധമുണ്ട്, ബന്ധുക്കളുമായി ബന്ധമുണ്ട്, സുഹൃത്തുക്കളുമായി ഉണ്ട്. പക്ഷേ ആ ബന്ധങ്ങളിലെ ഊഷ്മളത നഷ്ടപ്പെട്ടു പോയി. ആ ബന്ധങ്ങളിലെ ബോണ്ടിങ് ഇല്ലാതായി തീർന്നിരിക്കുന്നു, അല്ലേ? അതല്ലേ ആ നിർജീവമായ ബന്ധങ്ങളെ എൻ്റെ യേശു ഇന്ന് സജീവമാക്കി ജീവസുറ്റതാക്കി തീർക്കുന്നു. ആ ബന്ധങ്ങളിലെ ബോണ്ടിങ്, അതെ, ഇന്ന് കർത്താവ് ഉറപ്പിക്കുന്നു. വാക്യത്തിന്, ദൂതിന്, അതെ, നിങ്ങൾ കേട്ട പ്രവചന ദൂതിന്, നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഈ പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥിയോട് വന്നു ചേർന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ, കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനാമുറിക്കകത്ത് എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അതെ, പ്രവചനത്തെ തുടർന്ന് ബന്ധം വേർപെട്ടു പോയത് ചേർന്ന് വരികയാണ്. യെഹെസ്കേൽ പറയുന്നു, ദൈവം എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിക്കുന്ന സമയത്ത് യെഹെസ്കേൽ എവിടെയാണ്? 37-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വരയിൽ, പേരസ്ഥി താഴ്വര എന്ന് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ധാരാളം മനുഷ്യർ ഒരു സമയത്ത് ജീവിച്ചിരുന്നു. ആ മനുഷ്യർ മരിച്ച് മണ്ണടിഞ്ഞു. ചിലതൊന്നും മണ്ണിൻ്റെ അടിയിൽ പോയില്ല, ചിലതൊക്കെ പുറത്തായിരുന്നു. മരിച്ചതുകൊണ്ട് അവയവങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മൃതശരീരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കൈയും കാലും ഉടലും തലയും ഇങ്ങനെ വേർപെട്ട് കുറേ മുകളിൽ, കുറേ താഴെ, കുറേ ഉറപ്പുള്ള പാറകൾക്കിടയിൽ, ഉറപ്പുള്ള മണ്ണിനിടയിൽ, കുറേ പതുപതുത്ത ചെളിയുടെ അകങ്ങളിൽ, അങ്ങനെ പലയിടങ്ങളിൽ കണ്ടെത്തുവാൻ കഴിയാത്ത വിധത്തിൽ ചിതറിപ്പോയി. അവിടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യെഹെസ്കേലിനോട് പറഞ്ഞു, പ്രവചിക്ക്. അതെ, എനിക്കറിയാം, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ബന്ധങ്ങൾ, ആ ബോണ്ടിങ് നഷ്ടപ്പെട്ടു പോയി. ജീവസുറ്റതാക്കി അതിനെ തീർത്ത സഹോദര, നിന്നെയും നിൻ്റെ ഭർത്താവിനെ, നിന്നെയും നിൻ്റെ ഭാര്യയും ഒരുമിച്ച് ചേർത്ത് നിർത്തിയ ആ ബോണ്ടിങ് ഉണ്ട്. നിങ്ങൾ ഒരുമിച്ച് കൈപിടിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിച്ച ആ നാളുകളിൽ നിങ്ങളിലുണ്ടായിരുന്ന ആ ബോണ്ടിങ്, ആ ജീവൻ നിങ്ങളെ വർദ്ധിപ്പിച്ച, നിങ്ങളെ പലതും ചെയ്യുന്നവരും പല സന്തോഷങ്ങളും അനുഭവിക്കുന്നവരുമാക്കി മാറ്റിയ ആ ബോണ്ടിങ്, ബന്ധങ്ങളിലെ ബോണ്ടിങ് നഷ്ടപ്പെട്ടു പോയി, നിർജീവമായി പോയി. ഭർത്താവുണ്ടോ? ഉണ്ട്. ഭാര്യയുണ്ടോ? ഉണ്ട്. പക്ഷേ ആ ബന്ധമില്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിർജീവമായ ചില ബന്ധങ്ങൾ സജീവമായി മാറുവാൻ പോകുക. നിൻ്റെ ഭർത്താവ് നീയുമായുള്ള ബന്ധം ജീവസുറ്റതായി മാറുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ, അസ്ഥികൾ തമ്മിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ പല കാരണങ്ങളുമുണ്ട്. അവിടെയും കാരണങ്ങൾ പലതായിരിക്കും. ഒരു പക്ഷേ ചരിത്രം പറയുന്നത് പോലെ അശൂർ സൈന്യവുമായുള്ള യുദ്ധത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതൊരു താഴ്വരയാണ്, പള്ളത്താക്ക്. അതെ, അവിടെ പെട്ടെന്നൊരു വെള്ളപ്പൊക്കമോ ഒരു ഭൂമികുലുക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതുകൊണ്ടായിരിക്കാം, അല്ലേ? അങ്ങനെയും സംഭവിക്കാമല്ലോ. വെള്ളപ്പൊക്കം ഉണ്ടായാൽ തീർന്നില്ലേ? കൊടുത്ത മഴ പെയ്താൽ തീർന്നില്ലേ? മറ്റെന്തെങ്കിലും എങ്ങനെയോ മനുഷ്യർ മുഖാന്തരമോ സാഹചര്യങ്ങൾ മുഖാന്തരമോ എങ്ങനെയോ ബന്ധങ്ങൾ വേർപെട്ടു പോയി. കാരണമൊക്കെ കണ്ടുപിടിക്കാൻ പോയ, അതെ, എനിക്കറിയാം പാസ്റ്റർ, അവൾ തന്നെയാണ്, അവൻ തന്നെയാണ്,
ആ ബന്ധത്തിൽ നിന്ന് അല്ല, ആ ബന്ധനത്തിൽ നിന്ന് നിൻ്റെ ഭർത്താവിനെ അഴിച്ച് നീയുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ദൈവം ചേർത്ത് നിർത്തുക. അവളിൽ നിന്ന് എൻ്റെ കർത്താവ് നിൻ്റെ ഭർത്താവിനെ അഴിച്ചെടുക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അവരിൽ നിന്ന് സഹോദര നിൻ്റെ ഭാര്യയെ എൻ്റെ കർത്താവ് അഴിച്ചെടുക്കുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെ ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് എൻ്റെ ദൈവം പൊട്ടിച്ച് നിങ്ങളുമായി ചേർത്ത് നിർത്തുകയാണ്. പല സാഹചര്യങ്ങൾ കൊണ്ടാകാം, മനുഷ്യനാണല്ലോ, പല പല സാഹചര്യങ്ങളിലൂടെ ഒത്തിരി യാത്ര ചെയ്യേണ്ടി വന്നു, അകന്നുപോയി, അറിയാതെ അകന്നുപോയി, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അകന്നുപോയവരെ ദൈവം ചേർത്ത് നിർത്തുക. ഓ ഷബറി ധലമാ ഷെഗനേസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. അത് കണ്ട പ്രവാചകനോട് പറയുന്നു, നീ പ്രവചിക്കുക, നീ അങ്ങനെ അസ്ഥി താഴ്വരയിൽ നിൽക്കുവാനുള്ളവനല്ല. ആ ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ എൻ്റെ കർത്താവ് പുനഃസ്ഥാപിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ആ ചിതറിപ്പോയതിനെ നോക്കി പ്രവചിക്കുക. ഓ സ്തോത്രം. യസ്രാഥലമാഷേഖനെ ആ പൊളിഞ്ഞുപോയ നിന്റെ ബിസിനസ് ബന്ധത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഷബറിധലമാഷേഖനെ യേശുവിൻ ആ ബന്ധങ്ങൾ സജീവമാകുക. തൊഴിലിടത്തിലെ ആ ബന്ധം, നിൻ്റെ തൊഴിൽ ദാതാവും നിനക്ക് ജോലി തന്ന സ്ഥാപനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. കാരണങ്ങൾ പലതായിരിക്കാം. മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയവർ കാണും. അതെ, അത് സജീവമായി ജീവസുറ്റതായി വരിക. ഓ ഹീധലമാഷേഖനെ നോക്കൂ, 37:8 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവരുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു. അവൻ യെഹെസ്കേൽ കാണുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കാണുന്നു, സജീവമായി ജീവസുറ്റതായി മിനുമിനുപ്പുള്ളതായി നിങ്ങളുടെ ബന്ധം മാറുക. അർത്ഥാൽ ഊഷ്മളമായി മാറുക. പഴയ ഊഷ്മളത നിങ്ങളുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുക. സഹോദരി, നീ നിൻ്റെ ഭർത്താവും തമ്മിൽ ആ ഊഷ്മളത ഉണ്ടാകുക. ഓ ഷബറിധലമാഷകൻ ഒരുമിച്ച് പുറത്തു പോകുവാൻ തക്കവണ്ണം ആ കഠിനതെല്ലാം മാറിപ്പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. നിന്നിൽ നിന്ന് അവനെ അകറ്റിക്കളഞ്ഞ മദ്യത്തിൻ്റെ ലഹരിയുടെ കെട്ടിൽ നിന്ന് കർത്താവ് അവനെ പുറത്തു കൊണ്ടുവരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചില സാഹചര്യങ്ങൾ മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ ഊഷ്മളത, സഹോദര, നീ നിൻ്റെ ഭാര്യയുമായുള്ള ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ഊഷ്മളത തിരികെ വരിക സജീവമായി. 10 വരുമ്പോൾ അവർ ജീവിച്ചു, ജീവസുറ്റതായി നിങ്ങളുടെ ബന്ധം മാറുക. മക്കളും നിങ്ങളുമായുള്ള ബന്ധം സജീവമായി ജീവസുറ്റതായി. പേരിന് ഒരപ്പനുണ്ട് അമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞ് പോകുന്ന നോ, അപ്പനെന്ന് പറഞ്ഞ് അമ്മയെന്ന് പറഞ്ഞ് റാഥലമാഷകനെ അങ്ങനെ നിൽക്കുന്നൊരു എക്സ്പീരിയൻസ് നിങ്ങൾ അനുഭവിക്കുവാൻ പോകുക. എല്ലാ ബന്ധങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്ന എല്ലാ വ്യാപാരങ്ങളും എല്ലാ പൈശാചിക പോരുകളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോ. ഷബറിധലമാഷകനെ ബന്ധങ്ങളെ നോക്കി പ്രവചിക്കുക. നിങ്ങളുടെ സ്കൂളിൽ കോളേജിലുള്ള ബന്ധങ്ങളെ നോക്കി പ്രവചിക്കുക. സജീവമായി വരിക. ഓ ഷബറിധലമാഷകനെ നോക്കൂ, അവിടെ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൂകമ്പമുണ്ടായി. ഉറപ്പുള്ള മണ്ണിനടിയിൽ പോയത്, പാറകളുടെ ഇടയിൽ പോയത്, പതുപതുത്ത ചെളിയിൽ ആണ്ടുപോയതൊക്കെ പുറത്തു വരുവാനായിട്ട് തുടങ്ങി. യെസ്, ഈ ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ ദൂത് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുമെന്ന് ചോദിച്ചാൽ ചില ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ആർ യു റെഡി? അത് ഫേസ് ചെയ്യുവാൻ റെഡിയാണോ? അത് ഫേസ് ചെയ്യുവാൻ പാസ്റ്റർ എന്ത് കോൺസിക്വൻസ് ഉണ്ടായാലും എനിക്ക് വിഷയമല്ല. എൻ്റെ ബന്ധങ്ങളിൽ പഴയ സജീവത വേണം. ഞാനും എൻ്റെ ഭർത്താവും വീണ്ടും ഒരുമിച്ച് ജീവിക്കണം. ഞാനും എൻ്റെ മക്കളും ഒരുമിച്ച് സന്തോഷമായി തന്നെ ആയിരിക്കണം. ആ ജീവനുള്ള ബന്ധം, ജീവിപ്പിക്കുന്ന, ഞങ്ങളെ വർദ്ധിപ്പിച്ച ബന്ധം, ഊഷ്മളതയുള്ള ബന്ധം, മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഒരുമിച്ചായിരിക്കുന്ന ബന്ധം എനിക്കാവശ്യം. കോൺസിക്വൻസ് എനിക്ക് പ്രശ്നമല്ല എങ്കിൽ കോണ്ടാക്ട് ചെയ്തോ. പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്ക്. ഒരു ഭൂകമ്പം ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. പെട്ടുപോയ സ്ഥാനത്ത് നിന്ന് അവൾ പുറത്തു വരുവാൻ തക്കവണ്ണം, അവർ പുറത്തു വരുവാൻ, ചില ബന്ധങ്ങൾ സജീവമാകുവാൻ തക്കവണ്ണം ആ സ്ഥാപനത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടാകും. ഓ ഹീധബാഷകനെ, നിന്റെ ഭവനത്തിനകത്തൊരു ഭൂകമ്പം ഉണ്ടാകും. സ്കൂളിൽ കോളേജിൽ ഒരു ഭൂകമ്പം ഉണ്ടാകും. സഭയ്ക്കകത്തൊരു ഭൂകമ്പം ഉണ്ടാകും. ഓ ഷബറിധലമാഷകനെ, റെഡിയാണോ? ആ ഭൂകമ്പത്തെ തുടർന്ന് സൈന്യം ജീവിച്ചെഴുന്നേൽക്കുന്നത് കാണുവാൻ, നഷ്ടപ്പെട്ടു പോയ ബന്ധം സജീവമായി തീരുന്നത് കാണുവാൻ റെഡിയാണോ? അവസരമുണ്ട്. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച ആ ബന്ധത്തെ സജീവമായി നിലനിർത്തുവാൻ, ജീവനുള്ളതാക്കി മാറ്റുവാൻ. കൂടുതൽ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ? കോൺടാക്ട് ചെയ്തോ. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ആ ബന്ധങ്ങളുടെ സജീവതയും ദൃഢതയും നിലനിർത്തുവാൻ, നഷ്ടപ്പെട്ടു പോയ ആ ജീവൻ തിരികെ കൊണ്ടുവരുവാൻ, ആ ബോണ്ട് പഴയതുപോലെ ഉണ്ടാകുവാൻ, നിൻ്റെ മക്കളുടെ ജീവിതത്തെ
അതെ, നിൻ്റെ മകളുടെയും മരുമകൻ്റെയും ജീവിതത്തിലെ ആ ബോണ്ടിങ്. യെസ്, പ്രാഥാഭാഷയ്ക്ക് ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിന് അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും പ്രൈസർ ഫാമിലിക്കൊപ്പം രാവിലെ ശുഭയാത്ര യേശുവിലേക്ക് എന്ന വചന പരമ്പരയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം ആരംഭിക്കാം. വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും പ്രാർത്ഥിച്ച് വചനം കേട്ട് ഒരു ദിവസം അവസാനിപ്പിക്കാം. ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളാണ്. ചൊവ്വാഴ്ച രാവിലെ 11 മണി മുതൽ സഹോദരിമാരുടെ മീറ്റിങ്ങിലുണ്ട്. കടന്നു വന്നോ, വളരെ അനുഗ്രഹമായിരിക്കും. വെള്ളിയാഴ്ച ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുവാൻ കഴിയും. സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. എവിടെ വെച്ചെന്നോ? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. സ്വാഗതം. വലിയ അത്ഭുതങ്ങൾക്കായി വൈകുന്നേരം 3 മണി മുതൽ കാട്ടാക്കടയ്ക്ക് സമീപം അടുത്തൊരു സെക്ഷൻ മീറ്റിംഗ് കൊണ്ട്. കൂടുതൽ അറിയുവാൻ കോൺടാക്ട് ചെയ്യുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അടിയൻ പ്രവചിക്കുന്നു. ബന്ധങ്ങളിൽ വിള്ളൽ വരുവാൻ കാരണമായ എല്ലാ സാഹചര്യങ്ങളും മാറിപ്പോകട്ടെ. പെട്ടുപോയ സ്ഥാനത്ത് നിന്നവർ പുറത്തു വരട്ടെ. ഭൂകമ്പങ്ങൾ ഉണ്ടാകട്ടെ. ഉണ്ടായ ഭൂകമ്പങ്ങൾ തകർച്ചയ്ക്കല്ല പടിഞ്ഞപ്പെടലിന് കാരണമായി തീരട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. മക്കൾ സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. അവരെ തമ്മിൽ തെറ്റിക്കുന്ന, അവരുടെ സ്നേഹത്തെ ഐക്യത കവർന്നു കളയുന്ന എല്ലാ പൈശാചിക വ്യാപാരം, ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോട്ടെ. മന്ത്രവാദത്താൽ, ആഭിചാരത്താൽ, ക്ഷുദ്രപ്രയോഗങ്ങളാൽ, കൈവശങ്ങളാൽ കവരപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇത് അങ്ങയുടെ നാമമഹത്വത്തിനായി ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ദിവസമായി തീരട്ടെ. ഇവരുടെ രോഗികൾ സൗഖ്യമാകട്ടെ. രോഗാത്മാവ് വിട്ടുമാറട്ടെ. ജോലി സ്ഥലങ്ങളിൽ, തൊഴിൽ ബന്ധങ്ങളിൽ വിള്ളൽ വന്നവർ നല്ല ബന്ധങ്ങളുണ്ടാകട്ടെ. ജോലി സ്ഥലത്ത് ഇവർ ചേർന്ന് നിൽക്കട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വന്ന വിള്ളലുകൾ മാറിപ്പോകട്ടെ. അയൽപക്കക്കാർ, ദേശവാസികൾ, കുടുംബങ്ങൾ തമ്മിൽ, സഭ തമ്മിൽ ഐക്യത വെളിപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. പലിശ കടങ്ങളും ജപ്തി നടപടികളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇതവരുടെ അത്ഭുതത്തിന് ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. അങ്ങ് ഇവരോട് കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. വിദേശ രാജ്യങ്ങൾ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസകൾ വരട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുവാൻ ആഗ്രഹിക്കുന്നവർ, PR-നായി വെയിറ്റ് ചെയ്യുന്നവർ, സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കണം. ഇത് അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. നാളെ ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.